السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഒട്ടനേകം പ്രോഗ്രാമുകൾ മാറ്റിവെച്ച് ദീനിയായ ഈ മഹത് സംരംഭത്തിന് കാതോർക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്താണ് ദീൻ ആചരിക്കാൻ തൗഫീഖ് ലഭിക്കുക എന്നുള്ളത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള മാർഗങ്ങൾ ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവിടുന്ന് പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട്. മുആദേ, താങ്കൾ എന്നോട് ചോദിച്ചത് വളരെ വലിയ ഒരു കാര്യമാണ്. അതായത് സ്വർഗത്തിൽ പ്രവേശിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഇത് വലിയ കാര്യമാണ്. അത് അത്ര എളുപ്പമുള്ള വിഷയമല്ല എന്ന് പറഞ്ഞതിൻ്റെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴി എളുപ്പമാക്കിയവർക്കൊഴികെ എന്ന്. സ്വർഗമുണ്ടെന്നതും നരകമുണ്ടെന്നതും ഉൾക്കൊള്ളുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്നവരാണ് ഭൂരിഭാഗം മുസ്ലിമീങ്ങളും. പക്ഷേ അവർ കേൾക്കുന്നത് അവർക്ക് ആചരിക്കാൻ സാധിക്കുന്നില്ല. സ്വർഗപ്രവേശനത്തിന് സാധിക്കും വിധത്തിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അവർക്ക് അവസരങ്ങൾ ഒത്തുവരുന്നില്ല. ഇവിടെ കാലത്തു മുതൽ ആരംഭിച്ച ഈയൊരു സംഗമത്തിൽ സാക്ഷികളാവുക വഴി ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനുള്ള അനുഗ്രഹമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുള്ളതായിട്ടുണ്ട്. പ്രായമെന്താകട്ടെ, ഓരോരുത്തർക്കും അവരുടേതായ പ്ലാനുകളും ആസൂത്രണങ്ങളും ചെയ്തു തീർക്കാനുള്ളതായ അജണ്ടകളും ഒരുപാടുണ്ട്. ഒരുപക്ഷെ അവയെല്ലാം എത്രത്തോളം നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്ന വിഷയത്തിൽ യാതൊരുവിധ ഉറപ്പും പറയാൻ പറ്റാത്ത വിധത്തിലാണ് നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്.
മാതാവിന്റെ ഗർഭത്തിൽ 4 മാസം പ്രായമാകുമ്പോൾ അള്ളാഹു നമ്മുടെ മേൽ എഴുതിവെച്ച 4 കാര്യങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ വിഷയമാണ് അജലുഹു, നമ്മുടെ ഓരോരുത്തരുടെയും വാലിഡിറ്റി. ഈ ലോകത്ത് എത്ര കാലം നാം ജീവിക്കുമെന്നത് നേരത്തെ കുറിക്കപ്പെട്ട വിഷയമാണ്. ഒരാൾക്കും മാറ്റാൻ സാധ്യമല്ലാത്ത വിധം റബ്ബിന്റെ ആ ഉറച്ച തീരുമാനം അപ്രകാരം തന്നെ നടപ്പിലാക്കപ്പെടുമെന്നതാണ് വിശുദ്ധ ഖുർആൻ വ്യത്യസ്ത ഇടങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. വലികുല്ലി ഉമ്മത്തിൻ അജൽ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. എല്ലാ സമൂഹത്തിനും അവർക്ക് അനുവദിക്കപ്പെട്ട ഒരു സമയമുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖ്ദിമൂൻ ലാ യസ്തഖിറൂൻ, അവർ മുന്തിപ്പിക്കുകയോ പിന്തിപ്പിക്കുകയോ ചെയ്യുന്നതല്ല, ചെയ്യപ്പെടുന്നതല്ല എന്ന് ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്ത് അറാഫിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅ നമസ്കാരത്തിൽ നമ്മൾ കേട്ട് ശീലിച്ച ആയത്താണ് വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് വഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഉപദേശം, മലക്കുൽ മൗത്ത് നമ്മെ സമീപിക്കുന്നതിന് മുമ്പ് മുസ്ലിമായി ജീവിക്കാനും റബ്ബ് നൽകിയ സമ്പത്ത് അവന്റെ മാർഗത്തിൽ ചിലവഴിക്കാനുമാണ്. മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരാളെയും മുന്തിപ്പിക്കുകയോ പിന്തിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഒരിക്കലും സംഭവിക്കാത്ത കാര്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശൈലിയിലാണ് വലൻ യുഅഖിറല്ലാഹ് എന്ന് അല്ലാഹു പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേടിയെടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ വിഷയം വളരെ ചുരുങ്ങിയ ആയുഷ്കാലത്തിൽ എത്ര പണം സമ്പാദിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല, എത്ര വലിയ വീട് നിർമ്മിക്കാൻ സാധിക്കുമെന്ന് നമുക്കറിയില്ല, എത്ര വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അനുവദിക്കപ്പെട്ട സമയം തീരും മുമ്പ് നാം അനിവാര്യമായി നേടിയെടുക്കേണ്ട കാര്യമാണ് ദീൻ. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബത്ത് ഈ സത്യം ബോധ്യപ്പെട്ടത് കൊണ്ടാണ് സ്വഹാബത്തിനെ കുറിച്ച് പറയുന്നിടത്ത് താബിഉകൾ പറഞ്ഞത് ലഖദ് അദ്റക്തു അഖ്വാമൻ കാനു അശദ്ദ ഹിർസൻ അലാ ഔഖാതിഹിം. ഞാനൊരു വിഭാഗത്തെ കണ്ടു, അവരുടെ പ്രത്യേകത നിങ്ങൾ സമ്പത്തിന് ദീനാറിനും ദിർഹമിനും പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ അവർ അങ്ങേയറ്റത്തെ ജാഗ്രത കാണിച്ചിരുന്നത്, അങ്ങേയറ്റത്തെ ശ്രദ്ധ കൊടുത്തിരുന്നത് അവരുടെ സമയം ചിലവഴിക്കുന്ന വിഷയത്തിലാണ് എന്ന് താബിഈ പണ്ഡിതന്മാർ സ്വഹാബത്തിനെ തൊട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യബ്ന ആദം, ആദം സന്തതികളെ, ഇന്നമാ അൻത അയ്യാം, നിങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. കുട്ടികൾ കളിക്കുന്ന, സാധാരണ ചാവി കൊടുത്താൽ സഞ്ചരിക്കുന്ന ഒരു കാറ് പോലെ, നേരത്തെ സെറ്റ് ചെയ്യപ്പെട്ട ഒരു അലാറം അതിന്റെ സമയത്ത് മുഴങ്ങുന്നത് പോലെ വളരെ നേരത്തെ രേഖപ്പെടുത്തപ്പെട്ട ഒരു സമയം വരെ മാത്രമേ നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും ആവർത്തിച്ച് നമ്മളെ ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. ഏത് ഘട്ടത്തിലെന്നറിയില്ല, ഏത് സമയത്തെന്നറിയില്ല, എങ്ങനെയെന്നറിയില്ല. ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് കാര്യമില്ല. ഈ ലോകത്ത് ഓരോരുത്തർക്കും ഒരു പരിസമാപ്തിയുണ്ട് എന്ന് തന്നെയാണ് അള്ളാഹുവിന്റെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എവിടെയാണോ ആ പരിസമാപ്തി കുറിക്കപ്പെട്ടത് അതിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ വായിച്ചു. 9ാം ക്ലാസ്സുകാരി പെൺകുട്ടി വാഹനം കയറി മരണപ്പെട്ടു. അതിന്റെ പേരിൽ ആ വാഹനത്തിന്റെ ഡ്രൈവർക്കെതിരെ കേസെടുത്ത വാർത്തയാണ് നമ്മൾ വായിച്ചത്. താൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് അതിന്റെ ഡോർ വഴി വാഹനം ഓടിക്കൊണ്ടിരിക്കെ ആ പെൺകുട്ടി പുറത്തേക്ക് തെറിച്ചു വീഴുകയാണ്.
അതേ വാഹനത്തിന്റെ ബാക്കിലെ വീല് കയറി റോഡിൽ ചതഞ്ഞരഞ്ഞ് ആ കുട്ടി മരണം വരിക്കുകയാണ്. എന്നും കാലത്ത് കലാലയത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മക്കൾ നമ്മളോട് യാത്ര ചോദിക്കുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ തന്നെ ആയിരിക്കും ഈ 9ൽ പഠിക്കുന്ന പെൺകുട്ടിയും തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കാണുക. പക്ഷേ തീർത്തും വ്യത്യസ്തമായ അനുഭവമാണ് ആ പെൺകുട്ടിക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത്. ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയും സാഹചര്യവുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഏത് നിമിഷവും ഏത് രൂപത്തിലും ഏത് പ്രദേശത്ത് വച്ചും എന്ത് കാരണത്തിനു വേണ്ടി പുറപ്പെട്ടായിരുന്നാലും ശരി, ഒരുപക്ഷെ ആ ഇറക്കം നമ്മുടെ ഈ ലോകത്തെ അന്ത്യത്തിന്റെ സമയമായിരിക്കാം. ഈ ലോകത്ത് മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുമോ ഇല്ലേ എന്ന് വിശുദ്ധ ഖുർആനിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ അതിന് കൊടുക്കുന്ന ഒരുപാട് മറുപടികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ആദ്യ തവണ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ഖുർആനിന്റെ 36-ാം അധ്യായം സൂറത്ത് യാസീനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മക്കത്തെ മുശ്രിക്കുകൾ വന്ന് നുരുമ്പിയ എല്ലുകൾ പൊടിച്ച് പ്രവാചകന്റെ മുമ്പിൽ വെച്ചത് ഊതി പാറിച്ച് കാണിച്ചു കൊടുത്ത് പ്രവാചകനോട് ചോദിച്ച ചോദ്യമാണ് മണ്ണോട് മണ്ണ് ചേർന്ന നുരുമ്പിപ്പോയ ബലക്ഷയം ബാധിച്ചുപോയ ഈ എല്ലുകളെ വീണ്ടും ആരാണ് പുനഃക്രമീകരിക്കുക, വീണ്ടും ആരാണ് സൃഷ്ടിക്കുക എന്ന് പരിഹാസത്തോടുകൂടെ ചോദിക്കുന്ന ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൊടുക്കാൻ പറഞ്ഞ മറുപടി, ഖുൽ നബിയെ പറയുക, യുഹ്യിഹല്ലദീ അൻശഅഹാ അവ്വല മർറ, യുഹ്യിഹല്ലദീ അൻശഅഹാ അവ്വല മർറ. കോടിക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് നാമാകുന്ന ബീജത്തെ സെലക്ട് ചെയ്ത് മാതാവിന്റെ ഗർഭത്തിൽ കൊണ്ടുപോയി വെച്ചവൻ ആരാണ്? ആ മാതാവിന്റെ ഗർഭത്തിൽ നാം നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത സമയത്ത് സുരക്ഷിതമായി നമുക്ക് വളരാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി തന്നവൻ ആരാണ്? പൊട്ടിക്കരയാൻ മാത്രം അറിയുന്നവനായി മാതാവിന്റെ ഇടുപ്പല്ലുകൾക്കിടയിലൂടെ ഈ ഭൂമിയിലേക്ക് ഭൂജാതനായ ഘട്ടത്തിൽ അച്ചുതണ്ടിൽ ചെരിഞ്ഞു കിടക്കുന്ന ഗോളാകൃതിയുള്ള സ്വയം കറങ്ങുന്ന ഭ്രമണപഥത്തിൽ ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെ നമുക്ക് തൊട്ടിലാക്കിയ, ആകാശത്തെ പന്തലാക്കിയ, ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ നൽകിയ, കുടിക്കാൻ വേണ്ട വെള്ളം നൽകിയ, സംസാരിക്കാനുള്ള നാവും കേൾക്കാനുള്ള കേൾവിയും ശരീരത്തിലെ അതീവ സംവിധാനങ്ങളും ഒരുക്കി തന്നവൻ ആരാണ്? യുഹ്യിഹല്ലദീ അൻശഅഹാ അവ്വല മർറ. മണ്ണിലേക്ക് അടക്കം ചെയ്ത് തിരിച്ചു പോന്ന ഈ മനുഷ്യന്മാരുടെ ശരീരം മണ്ണ് തിന്നു തീർത്താലും ശരി, എല്ലുകൾ നുരുമ്പിപ്പോയി അവിടെ നിന്ന് ഒന്നും ലഭിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നാലും ശരി, മരണത്തിന്റെ ഘട്ടം ഏതവസ്ഥയിലാകട്ടെ, ആകാശത്ത് നിന്ന് ഛിന്ന ഭിന്നമായി കത്തിക്കരിഞ്ഞ് ചാമ്പലായി അറബിക്കടലിന്റെ ആഴിയിലെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയാലും ശരി, ആ ബോഡികളെ വീണ്ടും താൻ പുനർജനിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബോധിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നും നിങ്ങൾ വീണ്ടും കബറിടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യുമെന്ന് ബോധ്യപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആദ്യത്തെ ജനനത്തെയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന് ആദമിനെ ഉണ്ടാക്കിയവനാണ് അല്ലാഹു. ആദമിനെ സൃഷ്ടിക്കുമ്പോൾ ഒരു ശരീരത്തെ മറവ് ചെയ്തെടുത്തു നിന്നല്ല സൃഷ്ടിക്കുന്നത്, നേരെ മറിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് സൃഷ്ടിക്കുന്നത്. അതിനുശേഷമുള്ള ആളുകളെ മുഴുവൻ കണ്ണുകൾക്ക് കാണാൻ സാധ്യമല്ലാത്ത നിസാരമായ ബീജഗണങ്ങളിൽ നിന്നാണ് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല എന്നാണ് അല്ലാഹു ബോധ്യപ്പെടുത്തുന്നത്.
മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്ന് ഖുർആനിനോട് ചോദിച്ചാൽ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ചില ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നിന്ന് തന്നെ ചില ആളുകളെ ജീവൻ നൽകിയ ചരിത്രമാണ്. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ നിരത്തുന്നുണ്ട്. ബനു ഇസ്രായേലുകാർ മൂസ നബിയോട് പറഞ്ഞു, മൂസ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റ ഫഅഖദത്കുമുസ് സായിഖ വഅൻതും തൻദുറൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് ബനു ഇസ്രായേലുകാരുടെ ചരിത്രം പറയുന്നുണ്ട്. അവർ പറഞ്ഞു, മൂസ, അല്ലാഹുവിനെ നേരിട്ട് കാണാതെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ആ സന്ദർഭത്തിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ പിടികൂടുകയും അവരെ അല്ലാഹു മരിപ്പിക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്തു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. ബനു ഇസ്രായേലുകാർ ഒരാളെ കൊല ചെയ്തിരുന്നു. ഫദാറതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ വഖുൽനാ ദ്രിബൂഹു ബിബഅദിഹാ കദാലിക നുഖ്രിജുൽ മൗതാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ബനു ഇസ്രായേലുകാർ ഒരുത്തനെ കൊന്നു. ആരാണ് കൊന്നത് എന്ന ചോദ്യത്തിന് മുമ്പിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അന്താടിച്ചു നിന്ന സന്ദർഭം അവർ കശാപ്പ് ചെയ്തിട്ടുള്ള പശുവിന്റെ മാംസമെടുത്ത് അതിനെ അടിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ പശുവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു മാംസം അരിഞ്ഞെടുത്ത് ആ ഡെഡ് ബോഡിയിൽ അടിച്ചപ്പോൾ ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തിനാണ് ആ ചരിത്രം പറഞ്ഞത്? ഇപ്രകാരമാണ് മരിച്ചവരെ നാം ജീവിപ്പിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് എടുത്തു കൊടുത്തിട്ടുള്ളത്. 3, ഒരു മനുഷ്യൻ, ഒരു സമൂഹം ഒന്നടങ്കം നശിച്ച ഒരു സ്ഥലത്തിലൂടെ അങ്ങനെ പോവാണ്. മേൽക്കൂര നിലം പൊത്തി അതിലുള്ള മുഴുവൻ ആളുകളും മണ്ണടിഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തിലൂടെ പോയ സന്ദർഭത്തിൽ അയാൾ ചോദിക്കുകയാണ്, ആരാണ് ഈ മനുഷ്യന്മാരെ വീണ്ടും ജീവിപ്പിക്കുന്നത് എന്ന്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 100 കൊല്ലം അയാളെ മരിപ്പിച്ചു, എന്നിട്ട് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അയാളോട് ചോദിച്ചു, എത്ര കാലം കഴിച്ചു കൂട്ടിയിട്ടുണ്ടാകും? അയാൾ പറഞ്ഞു, യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ചു ദിവസമോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫൻദുർ ഇലാ ഹിമാരിക് ഫൻദുർ ഇലാ തുആമിക വശറാബിക് ലം യതസന്നഹ്. 100 കൊല്ലം നീ ഉറങ്ങിയിട്ടും പ്രകൃതിപരമായി നിന്റെ ഭക്ഷണം കേടുവരണം, പക്ഷേ അത് കേടുവന്നില്ല. സാധാരണ ഭക്ഷണത്തിന്റെ പ്രകൃതം നമുക്കറിയാം, കുറച്ച് ദിവസം വെച്ചാൽ അത് കേടുവരും, അത് വലഞ്ഞു പോകും, കുറച്ചുകൂടെ നീണ്ടാൽ അത് ഉണങ്ങി ഒട്ടും. പക്ഷേ 100 കൊല്ലം കഴിഞ്ഞിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതി വിരുദ്ധമായി ആ ഭക്ഷണത്തെയും പാനീയത്തെയും അതുപോലെ നിലനിർത്തിയെന്ന. ഫൻദുർ ഇലാ ഹിമാരിക്, 100 കൊല്ലം പിന്നിട്ട നിന്റെ കഴുതയിലേക്ക് നോക്കൂ, വെറും എല്ലുകൾ മാത്രമുണ്ട്. അതിന്റെ എല്ലുകളിലേക്ക് നോക്കൂ, കൈഫ നുൻശിസുഹാ വനക്സുഹാ ലഹ്മ, അതിന്റെ എല്ലുകളിലേക്ക് നീ നോക്കൂ, എങ്ങനെയാണ് നാം ആ എല്ലുകളെ കൂട്ടി യോജിപ്പിക്കുന്നത് എന്നും അവയുടെ മുകളിൽ മാംസം കൊണ്ട് പൊതിയുന്നത് എന്നും നീ നോക്കൂ. ഇപ്രകാരം മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുമെന്ന് അല്ലാഹു ലൈവായിട്ട് അയാളുടെ കഴുതയെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ചരിത്രമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ തന്നെ ഇബ്രാഹിം നബിയുടെ കഥ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, കൈഫ തുഹീൽ മൗതാ, അല്ലാഹുവേ നീ എങ്ങനെയാണ് മരിപ്പിച്ചവരെ ജീവിപ്പിക്കുക? അല്ലാഹുവിന്റെ ചോദ്യം, ഇബ്രാഹിം നിങ്ങൾക്ക് വിശ്വാസമായില്ലേ എങ്ങനെയാണ് ജീവിപ്പിക്കുക എന്ന്? മരണത്തിന് ശേഷം ഇനിയും ജീവിതമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്ന് ചോദിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ എന്റെ ഹൃദയത്തിനൊരു ത്വമഅനീനത്ത് ലഭിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അല്ലാഹ് പറഞ്ഞ പോംവഴി 4 പക്ഷികളെ ഛിന്ന ഭിന്നമാക്കി വ്യത്യസ്ത പർവ്വത ശിഖരങ്ങളിൽ വിതറി ഇടാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. നീ അവരെ ക്ഷണിച്ചാൽ യഅതൂനക സഅയ, നിന്റെ അടുക്കലേക്ക് അവ ഓടി വരുന്നതായി നിനക്ക് കാണാമെന്ന് അല്ലാഹു ഇബ്രാഹിം നബിയോട് പറയുകയും സ്പോട്ടിൽ 4 പക്ഷികളെ 4 പറവകളെ ഛിന്ന ഭിന്നമാക്കി ചിതറിയതിനെ അവയെ അല്ലാഹു ഒരുമിച്ച് കൂട്ടി 4 പറവകൾ പറന്നു വരുന്ന രംഗം ഇബ്രാഹിം നബി കാണുന്ന ചരിത്രമാണ് അല്ലാഹു ഖുർആനിൽ വ്യക്തമാക്കുന്നത്.
സഹോദരന്മാരെ, നമ്മളാരും ഇതിനെ നിഷേധിക്കുന്നവരല്ല. മരണത്തിന് ശേഷം ജീവിതമില്ലെന്ന് പറയുന്നവരുണ്ട്. ഈ ലോകം സ്വമേധയാൽ ഉണ്ടായതാണെന്ന് പറയുന്നവരുണ്ട്. ഇതിന് പിന്നിൽ സിട്ടാവില്ലെന്ന് പറയുന്നവരുണ്ട്. ഇവിടെ ദീനിന്റെയും നിയമങ്ങളുടെയും ധർമാധർമ്മങ്ങളുടെയും ആവശ്യമില്ലെന്ന് പറയുന്നവരുണ്ട്. ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ മുഴുവൻ മനുഷ്യ നിർമ്മിതമാണ് എന്ന് പറയുന്ന ചില കുബുദ്ധികളുണ്ട്. അവർക്കാർക്കും ഇതുവരെ അവയെ ഖണ്ഡിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ സ്ഥാപിക്കാൻ പറ്റുന്ന ശരിയായ തെളിവ് ഇന്നേ വരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നത് സത്യമാണ്. നമ്മളാരും നിഷേധിക്കുന്നവരല്ല. പക്ഷേ യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ ഫയനബ്ബിഉഹും ബിമാ അമിലു അഹ്സാഹുല്ലാഹു വനസൂ. നിങ്ങൾ മറവ് ചെയ്യപ്പെട്ട ഇടങ്ങളിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളുടെ രേഖകൾ കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ വ്യവസ്ഥരിക്കപ്പെടുന്ന ഒരു നാൾ വരാനുണ്ട്. പക്ഷേ വനസൂഹു, നിങ്ങളതിനെ വിസ്മരിച്ചിരിക്കുകയാണ്, നിങ്ങളതിനെ മറന്നിരിക്കുകയാണ് എന്നതിൽ നാം ഉൾപ്പെടുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ തെളിവുകൾ ഇവിടെ ഉദ്ധരിക്കുന്നത്. ഗുഹാവാസികളുടെ ചരിത്രം അല്ലാഹു പറയുന്നുണ്ട്. ഗുഹാവാസികളുടെ ചരിത്രം അല്ലാഹു പറയുന്നുണ്ട്. വഖദാലിക ബഅസ്നാഹും ലിയതസാഅലു ബൈനഹും ഖാല ഖായിലും മിൻഹും കം ലബിസ്തും ഖാലു ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. ഒരുപറ്റം യുവാക്കൾ സ്വന്തം ദേശത്ത് നിന്ന് നാടുവിട്ട് സഞ്ചരിക്കുമ്പോൾ അവർ ഗുഹയിൽ അഭയം പ്രാപിച്ചു. 309 കൊല്ലമാണ് അവർ ഗുഹയിൽ കഴിച്ചുകൂട്ടിയത്. 309 കൊല്ലം. എഴുന്നേറ്റപ്പോൾ അവരോട് ചോദിച്ചു, കം ലബിസ്തും, എത്ര ദിവസം കഴിച്ചുകൂട്ടി? ഖാലു, അവർ പറഞ്ഞു, ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه فليتلطف ولا يشرن بكم أحدا إنهم يظهروا عليكم. അല്ലാഹു തുടർന്ന് ഇങ്ങനെ ആ ചരിത്രം പറയാണ്. അവർ എഴുന്നേറ്റ് കടയിൽ പോയി സാധനം വാങ്ങാൻ വേണ്ടി നാണയം കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇതെന്ത് നാണയം? ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന നാണയമാണ്. സുഹൃത്തുക്കളെ, ആ ചരിത്രം നമ്മളെ ബോധിപ്പിക്കുന്നത്, നമ്മൾ ഖബറിൽ കൊണ്ടുപോയി അടക്കം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന തെളിവാണ് യഥാർത്ഥത്തിൽ അത് തെളിയിക്കുന്നത്. 3 ഖുർആൻ നമ്മുടെ മുമ്പിൽ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് സ്ഥാപിച്ചത് ഈ പ്രപഞ്ചത്തെ കാണിച്ചുകൊണ്ടാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. ഖുർആനിന്റെ 50-ാം അധ്യായം സൂറത്ത് ഖാഫ് വൽ ഖുർആനിൽ മജീദ് ബൽ അജിബു അൻ ജാഅഹും മുൻസിറും മിൻഹും ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ്. പ്രവാചകൻ മുഹമ്മദ് നബി വന്നു, അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. ആ സമയത്ത് അവർ പറഞ്ഞു, ഇത് വല്ലാത്ത അത്ഭുതം തന്നെയാണല്ലോ. ഒരു നബി ഉണ്ടാവുക, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത അത്ഭുതം തന്നെയാണല്ലോ എന്നവർ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, എന്ത്? അഫലം യൻദുറു ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. തലക്ക് മുകളിലുള്ള ആകാശത്തെ നോക്കൂ. തൂണുകളില്ലാതെ പ്രവിശാലമായ ആകാശപന്തലിനെ സൃഷ്ടിച്ചത് ആരാണ്? അതിന് വിടവുകൾ കാണുന്നുണ്ടോ? വിടവില്ലാതെ ആകാശത്തെ ഉണ്ടാക്കിയവരാണ് പടച്ച റബ്ബ്. വല്ലർള മദദ്നാഹാ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്. ഭൂമിയിലേക്ക് നോക്കൂ. എങ്ങനെയാണ് ഭൂമിയെ നാം പരത്തി വിധാനിച്ചിരിക്കുന്നത്? ഭൂമിക്ക് മുകളിൽ വ്യത്യസ്ത ധാന്യങ്ങൾ നാം ഉണ്ടാക്കിയിരിക്കുന്നത്, വ്യത്യസ്ത ജന്തുജാലങ്ങളുടെ ഇണകൾ നാം സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നീ നോക്കൂ. അപ്പോൾ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് അള്ളാഹ്ക്ക് സാധിക്കുമെങ്കിൽ അതിനേക്കാൾ ശക്തരൊന്നുമല്ല നിങ്ങളെ സൃഷ്ടിക്കാൻ പഠിച്ചൊരു പണിയില്ല എന്നുള്ള സ്ഥാപിക്കുന്നുണ്ട്. 3
4 ആകാശത്ത് നിന്ന് മഴയിറങ്ങുന്നു, ഭൂമിയിൽ നിന്ന് വിത്ത് മുളക്കുന്നു. ഇത് മനുഷ്യന്റെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ തെളിയിക്കാൻ വേണ്ടി അല്ലാഹ് മുന്നിൽ വെച്ചിട്ടുണ്ട്. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد فأحيينا به بلدة ميتا كذلك الخروج. ആകാശത്ത് നിന്ന് ബർക്കത്താക്കപ്പെട്ട മഴയെ നാം ഇറക്കുന്നു. ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായ വൃക്ഷങ്ങളെ, ധാന്യമണികളെ നാം മുളപ്പിക്കുന്നു. അതിൽ ഇടതൂർന്ന ഈത്തപ്പഴ കുലകളും വ്യത്യസ്തമായ ഇനങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി നാം ഇറക്കി തന്നിരിക്കുന്നു. ഇതെന്താണ് തെളിയിക്കുന്നത്? കദാലിക്കൽ ഖുറൂജ്, ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്. അല്ലാഹ്ക്ക് ഇത് മുളപ്പിക്കാൻ കഴിയുണ്ടെങ്കിൽ ഇത് നിങ്ങളെ മരണത്തിന് ശേഷം വീണ്ടും പുനരുദ്ധരിപ്പിക്കാൻ അല്ലാഹ്ക്ക് പുനരുദ്ധാരണത്തിന് സാധിക്കുമെന്നതിനുള്ള തെളിവാണ്. എന്നിട്ട് അല്ലാഹ് സത്യനിഷേധികളെ, മുമ്പ് ഇതിനെ നിഷേധിച്ച ആളുകളുടെ കഥ പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹ് ചോദിക്കാണ്, അഫഈനാ ബിൽ ഖൽഖിൽ അവ്വൽ ബൽ ഹു ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. ഒന്നാമത് നിങ്ങളെ സൃഷ്ടിച്ചപ്പോത്തിന് പടച്ചോൻ ക്ഷീണിച്ചു പോയി എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് അവരെ പരിഹസിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് അള്ളാന്റെ ഖുർആൻ മുന്നിൽ വെച്ച അതിന്റെ തെളിയിക്കലിന്റെ ശൈലിയാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉറക്കം അത് വേറെ ഉറക്കം മരണാനന്തര ജീവിതത്തെ തെളിയിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു യതവഫൽ അൻഫുസ് ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതീ ഖളാ അലൈഹൽ മൗത് വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ. ഉറക്കത്തെയാണ് അല്ലാഹ് പറയുന്നത്. അല്ലാഹു യതവഫൽ അൻഫുസ്, അല്ലാഹ് റൂഹിനെ ഏറ്റെടുക്കും. എപ്പോ? ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. റൂഹിനെ ഏറ്റെടുക്കുക അല്ലാഹ് മരിക്കുന്ന സമയത്ത്. മരിക്കാത്തവരുടെ റൂഹിനെ അല്ലാഹ് ഉറങ്ങുന്ന സമയത്ത് ഏറ്റെടുക്കും. പിന്നെയോ ഉറക്കത്തിന്റെ സമയത്ത് ആരുടെ മരണമാണോ അല്ലാഹ് എഴുതി വെച്ചത് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ റൂഹിനെ പിടിച്ചു വെക്കും. ആരുടെ മരണം ഉറക്കത്തിൽ രേഖപ്പെടുത്തിയില്ലയോ, അതായത് നമ്മളൊക്കെ ഇന്ന് നേരം വെളുത്തത് എന്തുകൊണ്ടാ? മരണം രാത്രി രേഖപ്പെടുത്താത്തോണ്ടാ. മനസ്സിലായില്ലേ? രാത്രി രേഖപ്പെടുത്താത്തോണ്ടാ. മരണം രാത്രി രേഖപ്പെടുത്താത്ത ആളുകളെ ചിന്തിപ്പിക്കുന്ന പ്രയോഗമാണ്. നമ്മൾ വിട്ടതാണ്. ഏതുവരെ? ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിതമായ അവധിയിലേക്ക്. ഒരു നിശ്ചിതമായ അവധിയിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ, അയാളുടെ തൊട്ടടുത്ത അയാളുടെ മരണം, ദൂരെ അയാളുടെ സ്വപ്നങ്ങൾ റസൂൽ വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ റൂഹിനെ അല്ലാഹ് ഏറ്റെടുക്കുന്നു, വീണ്ടും അത് തിരിച്ചു തരുന്നു. മരണത്തിന്റെ സമയത്ത് അത് ഏറ്റെടുക്കുന്നു. ആകാശലോകങ്ങൾ സഞ്ചരിച്ച് വീണ്ടും അതിനെ ശരീരത്തിലേക്ക് തിരിച്ചു തരുന്നു. ആ തെരലിൽ മാറ്റുണ്ട്. നമ്മൾ വേറെ പഠിക്കേണ്ട വിഷയമാണ്. റൂഹിന്റെ ഉറക്കത്തിന്റെ സമയത്തുള്ള തെരലും മരണത്തിന്റെ സമയത്തുള്ള തെരലും പരലോകത്ത് നമ്മൾ വരുന്ന രൂപവും ഒക്കെ നമ്മൾ വേറെ പഠിക്കേണ്ട വിഷയമാണ്. പക്ഷെ അള്ളാഹ്ക്ക് അതിന് കഴിയുമെന്നതാണ് പണ്ഡിതന്മാർ ഇത് ഉദ്ധരിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ സഹോദരന്മാരെ, നിശ്ചയിക്കപ്പെട്ട ഒരു സമയം വരെ ഉണ്ടാകും ഇവിടെ നമ്മളൊക്കെ. അത് കഴിഞ്ഞാൽ മടങ്ങും.
അത് നേരത്തെ ബോധ്യപ്പെടണമെന്നുള്ളതാണ്. അത് ജീവനുള്ള സമയത്ത് ബോധ്യപ്പെടണം. അറിവ് 3 രൂപത്തിലുണ്ട്. ഒന്ന് ഇൽമുൽ യഖീൻ, മറ്റൊന്ന് ഐനുൽ യഖീൻ, 3 ഹഖ്ഖുൽ യഖീൻ. ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന അറിവാണ്. നരകത്തെക്കുറിച്ച് കേൾക്കുന്നു, സ്വർഗത്തെക്കുറിച്ച് കേൾക്കുന്നു, പരലോകത്തെക്കുറിച്ച് കേൾക്കുന്നു, തിന്മകളുടെ പരിണിതിയെക്കുറിച്ച് കേൾക്കുന്നു, ജീവിതത്തിന്റെ സങ്കല്പത്തെക്കുറിച്ച് കേൾക്കുന്നു, മരണമില്ലാത്ത ലോകത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ കേൾക്കുന്നു. ഇതൊക്കെ ഇൽമുൽ യഖീനാണ്. ഈ ഇൽമുൽ യഖീൻ വന്നെത്തിയവരാണ് നമ്മൾ. ഈ സമയത്ത് അത് ബോധ്യപ്പെടുന്ന സാഹചര്യമില്ലെങ്കിൽ സഹോദരന്മാരെ, മരണത്തിന്റെ ആ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്ന ചിന്തകൾ കൊണ്ട് ഒരു ഫലവുമില്ല. ആയുസ്സിന്റെ വില മനസ്സിലാക്കുന്ന സമയമാണ് മരണത്തിന്റെ സമയം. ജീവിതത്തിന്റെ വില മനസ്സിലാക്കുന്ന സമയമാണ് മരണത്തിന്റെ സമയം. 3 മണിക്കൂർ പരീക്ഷയ്ക്ക് സമയം നൽകപ്പെട്ടിട്ട് 2.5 മണിക്കൂർ അലക്ഷ്യമായി തീർത്ത വിദ്യാർത്ഥി അവസാനത്തെ മണിക്കൂറിൽ, അവസാനത്തെ അരമണിക്കൂറിൽ വ്യഗ്രത കാണിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വാണിംഗ് ബെല്ലടിക്കുന്നതിന് ശേഷം കുറച്ച് സമയം ചോദിക്കുന്നത് പോലെ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ വിലയറിയുന്ന ഘട്ടമാണ് മരണത്തിന്റെ ഘട്ടമെന്ന് ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 99-100 ആയത്തുകൾ. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت. അല്ലാഹുവേ, കുറച്ച് സമയം കൂടെ തരുമോ? എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഇൽമുൽ യഖീൻ വന്നെത്തിയ ഈ ഘട്ടത്തിൽ നമുക്കിത് ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ മരണത്തിന്റെ സമയത്ത് നമ്മൾ വില മനസ്സിലാക്കും. ആകാശ ലോകങ്ങൾ താണ്ടിക്കടന്നുകൊണ്ട് മലക്കുൽ മൗത്തും സന്നാഹവും കടന്നു വന്ന് ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കുന്ന രംഗം അല്ലാഹുവിന്റെ പ്രവാചകൻ ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല മനുഷ്യന്റെ അടുക്കൽ അവർ ബഹുമാനത്തോടെ വരും, ആദരവോടെ വരും, സ്നേഹത്തോടെ വരും. അവരുടെ മുഖം സൂര്യനേക്കാൾ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് സന്തോഷം ലഭിക്കും. അവർ ബഹുമാനത്തോടെ വിളിക്കും, യാ അയ്യത്തുഹൻ നഫ്സുത് ത്വയ്യിബ, ഏറ്റവും നല്ല ആത്മാവേ, അള്ളാന്റെ സ്വർഗത്തിലേക്ക് ഇറങ്ങി വാ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് ഇറങ്ങി വാ, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് ഇറങ്ങി വരൂ എന്ന വിളിയാളം കേൾക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ വിളി കേൾക്കും സഹോദരന്മാരെ വിശ്വാസികൾ. കൂജയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകുമെന്നാണ് പറയുന്നത്. എന്നാൽ അവിശ്വാസിയാകട്ടെ അവനെ വിളിക്കുന്ന യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, ഏറ്റവും മോശപ്പെട്ട ആത്മാവേ, അല്ലാഹുവിന്റെ നരകത്തിലേക്ക്, അല്ലാഹുവിന്റെ കോപത്തിലേക്ക്, അല്ലാഹുവിന്റെ ശിക്ഷയിലേക്ക് ഇറങ്ങി വന്നാലും എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ റൂഹ് അകത്തേക്ക് വലിയുമെന്നും മലക്കുകൾ അയാളെ മർദ്ദിച്ചുകൊണ്ടിരിക്കുമെന്നും ശിക്ഷിക്കുമെന്നും അയാൾ അലമുറയിട്ട് കരയുമെന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഒരു മനുഷ്യന്റെ മയ്യത്തിനെ പരിപാലിക്കേണ്ടതില്ലെങ്കിൽ, ഒരു മയ്യത്ത്, ഒരു മനുഷ്യൻ മരിച്ചാൽ അതിനെ പരിചരിക്കേണ്ട ബാധ്യത ഞമ്മക്കാണല്ലോ. അതില്ലായിരുന്നെങ്കിൽ അല്ലാഹുവേ, ഖബറാളി അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്റെ ഉമ്മത്തിന് കേൾപ്പിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മനസ്സിലായോ? ഈ ലോകത്തുള്ള സകല ജന്തുജാലങ്ങളും അത് കേൾക്കും, നമ്മൾ ഒഴികെ. ഇല്ല സഖലൈൻ, ജിന്നും മനുഷ്യനും ഒഴികെ എല്ലാവരും അത് കേൾക്കും. നിങ്ങളത് കേട്ടാൽ ബോധമറ്റ് വീഴുമെന്ന് നബിയുനാ വ ഹബീബുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരിമാരെ, സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു യാത്രയുണ്ട് നമുക്ക്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, സമ്പത്തും സന്താനങ്ങളും ദുനിയാവിലെ അലങ്കാരം മാത്രമാണ്. എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? സമ്പത്ത് നേടാൻ വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്, ജോലിക്ക് വേണ്ടിയാണ്, അടിപൊളി ലൈഫിന് വേണ്ടിയാണ്. എല്ലാം ഇവിടെ വിട്ടേച്ചു പോകും, എല്ലാം വിട്ടേച്ചു പോകും.
3 കാര്യങ്ങൾ അനുഗമിക്കും: കുടുംബം, സമ്പത്ത്, പിന്നെന്താണ്? അമൽ. അതിൽ 2 കാര്യങ്ങൾ മടങ്ങിപ്പോരും. ജീവനേക്കാൾ നാം സ്നേഹിച്ച നമ്മുടെ ഭാര്യയും, നമ്മൾ ആർക്ക് വേണ്ടിയാണോ വിയർത്തൊഴുകിയത്, ആരെ ഓർത്താണോ നമ്മൾ മനസ്സ് പ്രയാസപ്പെട്ടത്, ആ മക്കൾ നമ്മളെ 6 അടി മണ്ണിൽ മറവ് ചെയ്ത് തിരിച്ചു പോരും. നമ്മുടെ സമ്പത്ത് തിരിച്ചു പോരും, നമ്മുടെ പ്രതാപം തിരിച്ചു പോരും, നമ്മുടെ യോഗ്യതകൾ തിരിച്ചു പോരും, നമ്മുടെ സ്ഥാനമാനങ്ങൾ തിരിച്ചു പോരും, നമ്മുടേതായിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം തിരിച്ചു പോരും. നമ്മുടെ അമലുകൾ മാത്രം അവിടെ ബാക്കിയാകും. അതാണ് നമ്മുടെ ജീവവായു. ഈ ഇരുത്തമാണ് മരണത്തിനപ്പുറത്തെ ലോകത്തേക്കുള്ള ജീവവായു. എന്തിനവിടെ ഇരിക്കണേ? എന്തിനവിടെ ഇരിക്കണേ? പരലോകത്തേക്ക് വേണ്ടിയല്ലേ? അത് മാത്രമാണ് അവിടുത്തെ ജീവവായു. അവിടുന്ന് അങ്ങോട്ട് നാം യാത്ര പുറപ്പെടും. അല്ലാഹുവിന്റെ ഖുർആൻ എന്താണ് പറഞ്ഞത്? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഈ സൂറത്ത് അറബികൾ ഓതാറുണ്ടായിരുന്നു. എന്നിട്ട് അവർ പറയും, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. എന്താണ് കാരണം? അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കുന്നവരെ, അറിവിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ, തറവാടിന്റെ പേരിൽ, പ്രതാപത്തിന്റെ പേരിൽ, സ്ഥാനമാനങ്ങളുടെ പേരിൽ പരസ്പരം പെരുമ നടിക്കുന്നവരെ, ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങളെ ഈ പെരുമ നടിക്കലൊക്കെ ഖബർ സന്ദർശിക്കുന്നത് വരേക്കുണ്ടാകുള്ളൂ. അവിടെ അല്ലാഹു സുർത്തും എന്നാണ് പ്രയോഗിച്ചത്. ഖബർ വിസിറ്റ് ചെയ്യാന്ന് പ്രയോഗിച്ചത്. വിസിറ്റ് മീൻസ് ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരമായിട്ട് നിൽക്കോ? വിസിറ്റ് മിസ്സൊക്കെ പോയി അവിടെ നിൽക്കോ? ഇല്ലല്ലോ. അത് കഴിഞ്ഞാൽ തിരിച്ചു പോരും. ആ പദപ്രയോഗം ഖബറല്ല ശാശ്വതം. ഖബറിനപ്പുറത്തൊരു ലോകം വരാനുണ്ട്. വനുഫിഖ ഫിസ്സൂർ ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ ഊതപ്പെട്ടാൽ അല്ലാഹുവിന്റെ മഹ്ശറിലേക്ക് എല്ലാവരും ഖബറിന് നീച്ചോടും. എന്താ ഓട്ടത്തിന്റെ പ്രത്യേകത? അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്. മനുഷ്യ, നീ ദുർബലനാണ്. അഹങ്കരിക്കാൻ മാത്രം എൻ്റെ അടുത്തൊരു ചുക്കൂല്ല. ദുർബലനാണ്. അൽ ഖാരിഅ വന്നാൽ, മുട്ടിയലക്കുന്ന ഘോര ശബ്ദം വന്നാൽ എന്താണ് ആ സംഭവം എന്നറിയുമോ? അന്ന് യൗമ യകൂനു നാസു, മനുഷ്യർ അന്നായി തീരും, കൽ ഫറാശിൽ മബ്സൂസ്, കടഞ്ഞെടുത്ത പരുത്തി കഷ്ണം പോലെ, പരുത്തികളെ പോലെ, ചിതറിയ പാറ്റകളെ പോലെ, ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ മനുഷ്യരായി തീരും. പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത രോമം പോലെ ആയിത്തീരുമെന്ന് അല്ലാഹു പറഞ്ഞത്. ആ കൽ ഫറാശിൽ മബ്സൂസ് എന്ന് പ്രയോഗിച്ചത് മനുഷ്യന്റെ നിസാരത സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? പ്രകാശം കാണുന്നിടത്തേക്ക് ഒരു നേതൃത്വമില്ലാതെ പറന്നെടുക്കുന്ന പ്രാണികളെ പോലെ മനുഷ്യൻ അലക്ഷ്യമായി പറക്കും. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ടുകൊടും. വഉമ്മിഹി വഅബീഹി, ഉമ്മയെ വിട്ടും പിതാവിനെ വിട്ടും ഓടും.
വസാഹിബതിഹി വഅഖീ വസാഹിബതിഹി വബനീ. സ്വന്തം ഇണകളെ വിട്ടും സ്വന്തം മക്കളെ വിട്ടും ഓടും. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. അന്നേ ദിവസം ആരും പരസ്പരം തിരിഞ്ഞു നോക്കാത്ത ദിവസമാണ്. എല്ലാവർക്കും സ്വന്തം കാര്യം നോക്കാനുണ്ടാകും. അങ്ങനത്തെ ഒരു ഓട്ടം വരാനുണ്ട്. തുഹ്ശറൂന ഉഫാതൻ ഉറാതൻ ഗുർലാ. ചെരുപ്പ് ധരിക്കാതെയാണ് വരിക, ചേലാകർമ്മം ചെയ്യാതെയാണ് വരിക, വസ്ത്രം ധരിക്കാതെയാണ് വരിക. അള്ളാന്റെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. നന്മ തിന്മകളുടെ ഭാഗമായി അതിന്റെ അനുസരിച്ച് അതിനെ പരിഗണിച്ചുകൊണ്ട് ഓരോരുത്തരും വിയർപ്പിൽ മുങ്ങിക്കുളിക്കും. അള്ളാഹുവിന്റെ വിചാരണ വരാനുണ്ട്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ആരുമില്ലാത്ത തോട്ടത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് പറഞ്ഞത്, ഉമറേ ഇത്തഖില്ലാ, നീ അള്ളാഹനെ ഭയപ്പെട്ടോ. ഉമറേ ഇഅ്ദിൽ യാ ഉമർ, ഉമറേ നീ നീതി പാലിക്കണം. ഉമറേ നീ നീതി പാലിക്കണം. അമീറുൽ മുഅ്മിനീൻ, നീ അള്ളാഹുവിനെ ഭയപ്പെടണം എന്ന് സ്വന്തം അദ്ദേഹം പറയാറുണ്ടായിരുന്നു. സഹോദരന്മാരെ, വിചാരണ എന്ന് പറഞ്ഞാൽ ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവൻ ഭീതിയോടെയാണ് വിചാരണയെ കാണുന്നത്. ആദം നബിയാകട്ടെ, നൂഹ് നബിയാകട്ടെ, മൂസ നബിയാകട്ടെ, ഇബ്രാഹിം നബിയാകട്ടെ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയാകട്ടെ, ഉൽ അസ്മിന്റെ പ്രവാചകന്മാരുടെ അടുക്കലെല്ലാം വിചാരണക്കെടുക്കാനൊന്ന് ശുപാർശ പറയോ എന്ന് ചോദിച്ചു ചെല്ലുമ്പോൾ അവരൊക്കെ പറയുന്നത്, ഞങ്ങൾ എന്നെ പേടിച്ചു നിൽക്കുകയാണെന്നാണ്. ഞങ്ങൾ എന്നെ പേടിച്ചു നിൽക്കുകയാണെന്നാണ്. സ്വർഗമുണ്ടെന്ന് റസൂലുള്ള വാഗ്ദാനം ചെയ്ത സ്വഹാബത്തോ അവരും പേടിയോടുകൂടെയാണ് കാണുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തലയുടെ മുകളിൽ പറക്കുന്ന പക്ഷിയോട് സംസാരിച്ച രംഗം നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. നീ എത്ര ഭാഗ്യവാനാണ്, ലൈസ അലൈക ഹിസാബ് വലാ അദാബ്, നിനക്ക് റബ്ബിന്റെ ഹിസാബില്ല, നിനക്ക് റബ്ബിന്റെ ശിക്ഷയുമില്ല, നീ എത്ര ഭാഗ്യവാനാണ്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചത് ആരാണ് സഹോദരന്മാരെ? ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗമുണ്ട് എന്ന് റസൂലിന്റെ നാവിലൂടെ സുവിശേഷം അറിയിക്കപ്പെട്ട മഹാനായ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റബ്ബിന്റെ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, ചില്ലറ കാര്യമല്ല. ഖുർആന്റെ അവസാന ഭാഗങ്ങൾ നമ്മൾ അർത്ഥം വെച്ച് വായിച്ചു നോക്കണം. പച്ചയായി അല്ലാഹു ചിത്രീകരിക്കുന്നുണ്ട്. മനുഷ്യൻ ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ. ഹൃദയാന്തരാളങ്ങളിലുള്ളത് പുറത്തെറിയപ്പെടുന്ന നാളാണ് പരലോകം. അവിടെ രഹസ്യങ്ങളെല്ലാം പരസ്യമാണ്. ഇവിടെ രഹസ്യമായി ചെയ്തതൊക്കെ നാളെ മഹ്ശറിൽ പരസ്യമാണ്. ഇവിടെ ഓരോരുത്തർക്കും എത്ര തൂക്കമുണ്ട്, ആ തൂക്കമല്ല നാളെ മീസാനിൽ നമുക്കുണ്ടാകുന്ന തൂക്കം. ഇവിടെ ഓരോരുത്തർക്കും എത്ര സ്ഥാനമാനമുണ്ട്, ആ സ്ഥാനമാനമല്ല പരലോകത്തുണ്ടാകുന്ന സ്ഥാനമാനം. അഭിമാനത്തിന്റെ കോട്ടകൊത്തളങ്ങൾ നിലംപതിക്കുന്ന നാളാണ് മഹ്ശർ. നീതി മാത്രം അവിടെ നടപ്പിലാകൂല. നീതി മാത്രം നടപ്പിലാകാനുള്ള സംവിധാനമാണ് അല്ലാഹു വെച്ചത്. വൽവസ്നു യൗമഇദിനിൽ ഹഖ്, അന്നേ ദിവസം ഓരോരുത്തരുടെയും അമലുകൾ തൂക്കി കണക്കാക്കുമെന്നത് സത്യമാണ്. ഫമൻ സഖുലത് മവാസീനു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫത് മവാസീനു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. മീസാൻ വെക്കപ്പെടും. എന്തിന്? നീതി നടപ്പിലാക്കാൻ. وَنَضَعُ الْمَوَازِينَ الْقِسْطَ لِيَوْمِ الْقِيَامَةِ فَلَا تُظْلَمُ نَفْسٌ شَيْئًا. ഒരാളോടും അല്ലാഹു അതിക്രമം ചെയ്യുകയില്ല. മീസാൻ വെക്കപ്പെടും. ആർ ഒരു നന്മ ചെയ്തുവോ
ഒരു അണുമണി തൂക്കം നന്മ ചെയ്തുവോ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. ഒരു അണുമണി തൂക്കം, ഒരു കടുകുമണിയോളം നന്മ ചെയ്തിട്ടുണ്ടോ തിന്മ ചെയ്തിട്ടുണ്ടോ, അതൈനാ ബിഹാ, അതും കൊണ്ട് നാം വരുമെന്നാണ്. സുഹൃത്തുക്കളെ, മഹ്ശറിൽ നമ്മുടെ വിചാരണക്ക് കൃത്യമായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മുടെ ഓരോരുത്തരെയും വിളിച്ചു വരുത്തി അവന്റെ അമലുകൾ തൂക്കിക്കണക്കാക്കും. റസൂൽ പറഞ്ഞില്ലേ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ തഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അദീം. മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന വാക്ക്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക്, നാവിന് കനം കുറഞ്ഞ വാക്ക് സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അമലുകൾ മീസാനിൽ തൂക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്. കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. മാന്യന്മാരായ എഴുത്തുകാർ നമ്മുടെ എല്ലാം എഴുതി വെക്കുന്നുണ്ട്. വവുദി അൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. കിതാബ് വെക്കപ്പെടും, ചെറുതും വലുതുമായ എല്ലാതും അതിലുണ്ടാകും. അതിക്രമകാരി ചോദിക്കും, മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, എത്ര വലുതോ എത്ര ചെറുതോ ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ. ആ ഏട് കൊണ്ടുവരും സഹോദരന്മാരെ, കയ്യിൽ തരും. വലത്തെ കയ്യിൽ കിട്ടിയാൽ കഴിച്ചിലായി, ഇടത്തെ കയ്യിൽ കിട്ടിയാൽ അവൻ നാശമാണ്. ആ കിതാബ് തൂക്കും അള്ളാന്റെ മീസാനിൽ. റസൂൽ പറയാണ്, 99 ഏടുകളുടെ കെട്ടുമായി ഒരു മനുഷ്യൻ പരലോകത്ത് വരും. കണ്ണെത്താ ദൂരം വരെ പരന്നു കിടക്കും അത്. ആ സമയത്ത് അള്ളാഹു അവനെ വിളിച്ചിട്ട് ചോദിക്കും, ഇത് മുഴുവൻ നീ ചെയ്തതാണോ? അയാൾ പറയും, അതേ റബ്ബേ, ഞാൻ ചെയ്തതാണ്. എന്റെ മലക്കുകൾ നിന്നോട് അതിക്രമം ചെയ്തുവോ? അയാൾ പറയും, ഇല്ല റബ്ബേ. നീ ചെയ്യാത്തത് നിന്റെ പേരിൽ എഴുതി ചേർത്തുവോ? ഇല്ല റബ്ബേ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് വല്ല ന്യായവുമുണ്ടോ? അയാൾ പറയും, ഇല്ല റബ്ബേ, ഒരു ഖൈറും എന്റെ കയ്യിലില്ല, എന്റെ കയ്യിൽ ഒരു നന്മയുമില്ല. അപ്പോൾ അള്ളാഹു പറയും, അങ്ങനെയല്ല, നിന്റെ കയ്യിൽ ഒരു ബിതാഖയുണ്ട്, ഒരു കാർഡുണ്ട്. ആ കാർഡ് തുലാസിന്റെ ഒരു തട്ടിലും നിന്റെ ഈ 99 ഏടുകൾ തുലാസിന്റെ മറുതട്ടിലും വെച്ചാൽ ആ കാർഡിന്റെ ഭാഗം കനം തൂങ്ങും. എന്താണ് ആ കാർഡിലുള്ളത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് ആ ബിതാഖയിലുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ആകാശഭൂമികളെക്കാൾ ഭാരമേറിയതാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. അപ്പൊ സഹോദരന്മാരെ, മീസാനിൽ നമ്മുടെ അമലുകൾ തൂക്കും, നമ്മുടെ കിതാബിന്റെ കെട്ട് തൂക്കും, നമ്മളെ തന്നെ തൂക്കും, നമ്മളെ ഈ ശരീരം കൊണ്ടുപോയി വെക്കും. റസൂൽ പറഞ്ഞു, നാളെ പരലോകത്ത് തടിച്ചു കൊഴുത്തൊരു മനുഷ്യനെ കൊണ്ടുവരും, എന്നിട്ട് തുലാസിൽ അയാളെ തൂക്കാൻ വെക്കും. ഒരു കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലും ആ തടിയന് തുലാസിൽ ഉണ്ടാവുകയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാനായ സഹാബി അറാഖിന്റെ മരത്തിൽ കയറി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെറിയ കാറ്റടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാല് കണ്ടു. അപ്പൊ സ്വഹാബത്ത് മുഴുവൻ മെലിഞ്ഞൊട്ടിയ കാല് കണ്ട് ചിരിച്ചു. റസൂൽ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ചിരിക്കണോ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഇബ്നു മസ്ഊദിന്റെ കാല് കണ്ടിട്ടാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രണ്ട് കാലുകൾ നാളെ മീസാനിൽ ഉഹുദ് മലയേക്കാൾ ഭാരമേറിയതാണ് എന്ന് നബിയുനാ വ ഹബീബുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദിന്റെ മെലിഞ്ഞൊട്ടിയ കാലുകൾക്ക് 20 കിലോമീറ്റർ ചുറ്റളവുള്ള പ്രവിശാലമായ ഉഹുദ് മലയേക്കാൾ ഭാരമുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ആ ഭാരം തൂക്കിയത്? ആ ഭാരം തൂക്കിയത് എന്താണ്? സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ
നാളെ മഹ്ശറിൽ വിജയിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ മുഴുകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഭാരമുണ്ടാകും. നേരെ മറിച്ച് ദീനിന്റെ നിയമങ്ങളെ താൽക്കാലികമായി മാറ്റിവെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ ആൾക്കാരടിയിലൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകാം. ആൾക്കാരടിയിലൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നല്ല ആളായിട്ട് പോകാം. മഹ്ശറിൽ രക്ഷപ്പെടുക സാധ്യമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ഈ ആയുസ്സാണ്. ഇത് നശിച്ചു കഴിഞ്ഞാൽ മരണമില്ലാത്ത ലോകത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. നീതിയുടെ തുലാസിൽ വെക്കപ്പെട്ട് സാക്ഷികളെ കൊണ്ടുവന്ന് നമ്മുടെ ശരീരം തന്നെ നമുക്കെതിരെ സാക്ഷി പറയുമെന്ന്, ഈ പ്രപഞ്ചം നമുക്കെതിരെ സാക്ഷി പറയുമെന്ന്, നമ്മുടെ കിതാബ് നമുക്കെതിരെ സാക്ഷി പറയുമെന്ന്, മലക്കുകൾ നമുക്ക് സാക്ഷികളായിട്ടുണ്ടാകുമെന്ന്, അതിലെല്ലാറ്റിലും ഉപരി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാറ്റിനും സാക്ഷികളായിട്ടുണ്ട്. ആ വിചാരണയിൽ രക്ഷപ്പെടാനും സ്വർഗം നേടാനും നമുക്ക് പറ്റിയില്ലെങ്കിൽ സഹോദരങ്ങളെ, അസഹനീയമായ വേദനയുടെ നരകമാണ് മരണമില്ലാത്ത ലോകത്ത് അത്രയും കാലം. എത്ര കാലം? പരലോകം എത്ര കാലം നീണ്ടു നിൽക്കുമോ അത്രയും കാലം കത്തിജ്വലിക്കുന്ന നരകമാണ്. കത്തിജ്വലിക്കുന്ന നരകമാണ്. ആയത്തും ഹദീസും പറഞ്ഞിട്ട് ബോധ്യപ്പെടാത്തവരെ, നാളെ നരകം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അതാണ് ഐനൽ യഖീൻ എന്ന് പറഞ്ഞാൽ. കണ്ണുകൊണ്ട് കാണും. അപ്പോൾ ആളുകൾ ഇങ്ങനെ കരയും, ഇതായിരുന്നു അല്ലേ നരകമെന്ന് ചോദിക്കും. അപ്പോൾ അല്ലാഹു ചോദിക്കും, ഇപ്പൊ ചിന്തിച്ചിട്ട് എന്താ പടപ്പേ കാര്യം? മനസ്സിലായില്ലേ? നരകത്തേക്ക് വലിച്ചെറിയും സഹോദരന്മാരെ. ഈ മിടിക്കുന്ന ഹൃദയം നിലച്ചുപോയാൽ, ഈ ശരീരം നിശ്ചലമായി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. പിന്നീട് ഹിസാബാണ്, അമലില്ല. അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദുനിയാവ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വൽ ആഖിറതു മുദ്ബിറ, ആഖിറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലോക്കിന്റെ സൂചി മുന്നോട്ട് കറങ്ങുമ്പോൾ നമ്മൾ പരലോകത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂനൂ അബ്നാഉൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണം. എന്തിന് ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആഖിറത്തിന് വേണ്ടി എന്ന് പറയാൻ സാധിക്കണം. എന്തിന് വിയർക്കുന്നു എന്ന് ചോദിച്ചാൽ ആഖിറത്തിന് വേണ്ടി എന്ന് പറയാൻ സാധിക്കണം. എന്തിന് കരയുന്നു എന്ന് ചോദിച്ചാൽ ആഖിറത്തിന് വേണ്ടി എന്ന് പറയാൻ സാധിക്കണം. എന്തിന് അധ്വാനിക്കുന്നു എന്ന് ചോദിച്ചാൽ ആഖിറത്തിന് വേണ്ടി എന്ന് പറയാൻ സാധിക്കണം. എത്രത്തോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയത് വരെ ആഖിറത്തിന് വേണ്ടിയാണ്. ഉറങ്ങിയത് വരെ ആഖിറത്തിന് വേണ്ടിയാണ്. റസൂൽ പറഞ്ഞു, ഉറക്കത്തിന് വരെ എനിക്ക് കൂലി കിട്ടും. കാരണം ഞാൻ ഉറങ്ങുന്നത് ഇബാദത്തിൽ ഉന്മേഷം കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഉറങ്ങാൻ വേണ്ടിയാണ്. നബി ഇബാദത്തിൽ ഉന്മേഷം കിട്ടാൻ വേണ്ടി ഉറങ്ങി, നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഉറങ്ങി. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആഖിറം കൊയ്തെടുക്കാൻ സഹോദരിമാരെ, സഹോദരങ്ങളെ, നമുക്കോരോരുത്തർക്കും സാധിക്കണം. സമയം കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ എന്താ? സാധാരണ നമ്മളൊക്കെ പ്രസംഗത്തിൽ കേൾക്കുന്ന ഉദാഹരണമാണ്. നമ്മൾ കുട്ടിനെയും കൊണ്ട് ബസ് കയറിയാൽ കുട്ടികൾ കരയും, ഇവിടെ ഇറങ്ങണം പറയും. പക്ഷെ ഉമ്മ അവിടെ ഇറക്കൂല. കാരണം എന്താ? ഉമ്മാക്ക് ലക്ഷ്യബോധമുണ്ട്. കുട്ടിക്കറിയില്ല ഇതെവിടെ എത്തണം, എവിടെ ഇറങ്ങണം. അല്ലേ? ലക്ഷ്യബോധം ഏറ്റവും പ്രധാനമാണ്. ആ ലക്ഷ്യബോധത്തോടു കൂടെ മുന്നോട്ട് പോകാനും ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാനും നമുക്ക് സാധിച്ചാൽ സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗം, ദുഃഖമില്ലാത്ത, വ്യസനമില്ലാത്ത, പ്രയാസമില്ലാത്ത സ്വർഗം നമ്മളെ കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പഠനത്തിനും പ്രവർത്തനത്തിനും അതിനു പറ്റിയ ജീവിതക്രമവും കെട്ടിപ്പടുക്കാൻ സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. നമ്മുടെ മക്കളെ ആ ഒരു തരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരിക. ഈ സന്ദർഭം വെക്കേഷനാണ്. കുട്ടികൾ ഒരുപാട് വേണ്ടാവൃത്തികൾ പഠിക്കുന്ന സമയമാണ്.
അത് നേരത്തെ കണ്ട് മനസ്സിലാക്കി നമ്മുടെ വിദ്യാർത്ഥി ഘടകം വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഈ വെക്കേഷനിൽ സംഘടിപ്പിക്കുന്ന മോറൽ സ്കൂളുകൾ വ്യാപകമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിസരങ്ങളിൽ നടക്കുന്ന ഒരുപാട് QHLS മറ്റ് സംവിധാനങ്ങളുമുണ്ട്. അതിൽ നമ്മൾ എത്തിപ്പെടാൻ ശ്രമിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ ആശയവും വിശദീകരണവും മനസ്സിലാക്കി പാരായണം ചെയ്ത് അത് നെഞ്ചിലേക്ക് ഇറക്കി വെച്ച് ജീവിക്കാൻ സഹോദരന്മാരെ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. പീസ് റേഡിയോ എന്ന നമ്മുടെ വിശാലമായ സംവിധാനത്തിലൂടെ ദീൻ പഠിക്കാൻ നമ്മൾ സമയം കാണണം. ജീവിതത്തിൽ ഏറ്റവും ധന്യമായ ആയുസ് കൊഴിഞ്ഞു പോകുമ്പോൾ അത് തീരും മുമ്പ് പരലോകം കൊയ്തെടുക്കാൻ, സ്വർഗലോകം ഉടമപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും സാധിച്ചാൽ നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. അള്ളാഹു നമ്മളെ എല്ലാവരെയും അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടി റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എല്ലാവിധ ഫിത്നയിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് അഹ്സനായ നന്മകൾ ശേഖരിച്ച് റബ്ബിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു എത്രയും വേഗം ശിഫാഇനെ സമ്മാനിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും ഏകുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.